PSCയിലേക്ക് സ്വാഗതം. കേരള PSC ഇപ്പോൾ കുറച്ചധികം നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ KGTE ബേസ്ഡ് ആയിട്ടുള്ള പോസ്റ്റുകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് ഇന്ന് പരിചയപ്പെടുത്തുന്ന ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ആണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1/2/2023, അതായത് ഫെബ്രുവരി 1 ഇതിൻ്റെ കാറ്റഗറി നമ്പർ 725/2022. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് വേരിയസ്, നെയിം ഓഫ് പോസ്റ്റ് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്, സ്കെയിൽ ഓഫ് പേ 26,500 മുതൽ 60,700 വരെയാണ്. അപ്പോൾ ഈ നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്നത് എല്ലാ ജില്ലകളിലേക്കും ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. അതായത് 2/1/1986 1/1/2004 ഇടയ്ക്ക് ജനിച്ചവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. 2 ഡേറ്റും ഇൻക്ലൂഡഡ് ആണ്. SC ST ബാക്ക്വേർഡ് OBC കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടെങ്കിലും 50 വയസ്സിൽ കൂടാൻ പാടില്ല. ക്വാളിഫിക്കേഷൻസ് നോക്കാം. ഇനി ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് SSLC ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ് ആണ്. ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ KGTE മലയാളം ടൈപ്പ് റൈറ്റിംഗ് ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ്. ലോവർ ആണ് മലയാളം വേണ്ടത്. ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് KGTE ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ്. അപ്പോൾ ഇതിൽ ടൈപ്പ് റൈറ്റിങ്ങും ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിങ്ങും മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവറാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് വരുന്നുണ്ട്. പിന്നെ സാധാരണ പറയുന്ന പോലെ 2002 ജനുവരിക്ക് മുമ്പ് KGTE ടൈപ്പ് റൈറ്റിംഗ് പാസ്സായവർ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഇഷ്യൂഡ് ബൈ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഏജൻസീസ്, സൊസൈറ്റീസ്, യൂണിവേഴ്സിറ്റീസ് ആഫ്റ്റർ സക്സസ്ഫുൾ കംപ്ലീറ്റിംഗ് കോഴ്സ് ഓഫ് സ്റ്റഡി നോട്ട് ലെസ് ദാൻ 3 months ഡ്യൂറേഷൻ ആർ കൺസിഡർഡ് ആസ് ഇക്വാലൻറ്റ്. പിന്നെ മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ ഈസ് നോട്ട് കമ്പൽസറി ഫോർ ദ എക്സ് സർവീസ്മെൻ ഹു ഹാവ് കംപ്ലീറ്റഡ് നോർമലി ടെന്യൂർ ഓഫ് സർവീസ് ഫോർ അപ്ലൈയിങ് ടു ദ പോസ്റ്റ് ഓഫ് ടൈപ്പിസ്റ്റ് ഇൻ ദ ഗവൺമെൻറ് സർവീസ്. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓൺലൈനാണ്. അതായത് 1 ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞവർക്ക് യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ചിട്ട് പ്രൊഫൈലിൽ നിന്നും ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ആണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 1/2/2023 അതായത് ഫെബ്രുവരി 1 വരുന്നത്. കാറ്റഗറി നമ്പർ 694/2022. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അഡ്വക്കേറ്റ് ജനറൽസ് ഓഫീസ്, എറണാകുളം, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് ഓഫീസ്, വിജിലൻസ് ട്രിബ്യൂണൽ ഓഫീസ്, കേരള ലോക് ആയുക്ത. നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 27,900 മുതൽ 63,700 വരെയാണ്. വേക്കൻസീസ് എന്ന് പറയുന്നത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. പിന്നെ ഇതിൻ്റെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് സെയിം ആണ്, 18 മുതൽ 36 വയസ്സ് വരെയാണ്. പിന്നെ 2/1/1986 മുതൽ 1/1/2004 ജനിച്ചവർക്ക് വരെ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. 2 ഡേറ്റ് ഇൻക്ലൂഡഡ് ആണ്. SC ST OBC കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. 50 വയസ്സിൽ കൂടാൻ പാടില്ല ഏജ് റിലാക്സേഷൻ ഉണ്ടെങ്കിലും. പിന്നെ അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റ്. ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് KGTE ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റ്. അപ്പം ഈ KGTE ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ഹയർ ഗ്രേഡും വേർഡ് പ്രോസസ്സിങ്ങും വേണം. പിന്നെ അതുപോലെ തന്നെ 2002 മുമ്പ് KGTE ടൈപ്പ് റൈറ്റിംഗ് പാസ്സായവരാണെങ്കിൽ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റിൻ്റെ ഈ ടൈമിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടൈമിൽ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് വേണം. ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് മലയാളം KGTE ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റ്. പിന്നെ അതുപോലെ തന്നെ ആ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പറയുന്നതും സെയിം തന്നെയാണ്. ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. നോട്ടിഫിക്കേഷൻ LD ടൈപ്പിസ്റ്റ് ആണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 1, 2023.
കാറ്റഗറി നമ്പർ 699/2022 ഫേം എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. നെയിം ഓഫ് പോസ്റ്റ് LD ടൈപ്പിസ്റ്റ് ആണ്. സ്കെയിൽ ഓഫ് പേ 19,000 മുതൽ 43,600 വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസി 2 ആണ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് സെയിം തന്നെയാണ്, 18 മുതൽ 36 വയസ്സ് വരെയാണ്. പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റ്, ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റ്, ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് മലയാളം KGTE ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റ്. അപ്പോൾ ഇതിൽ വരുന്നത് SSLC ക്വാളിഫിക്കേഷനാണ്. പിന്നെ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ലോവറും മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവറും പിന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയും സെയിം കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 4 ആണ്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 1/2/2023 ആണ്. അപ്പോൾ ഫെബ്രുവരി 1 തന്നെയാണ് ഇതും വരുന്നത്. കാറ്റഗറി നമ്പർ 700/2022 ആണ്. ഇതിൻ്റെ നെയിം ഓഫ് ഫേം ഓട്ടോകാസ്റ്റ് ലിമിറ്റഡ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 4. സ്കെയിൽ ഓഫ് പേ 17,860 മുതൽ 25,280 വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസി 1 ആണ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ നോക്കാം. ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ. ദ ക്വാളിഫിക്കേഷൻ ഷാൽ ബി 1 ഒബ്റ്റെയിൻഡ് ഫ്രം യൂണിവേഴ്സിറ്റീസ് റെക്കഗ്നൈസ്ഡ് ബൈ UGC ഓർ ഫ്രം any other institutions established by Government of India or Government of Kerala. അതായത് ഗ്രാജുവേറ്റ് ലെവൽ വേണം. ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രിയാണ്. അത് ഏത് UGC അംഗീകരിച്ചിട്ടുള്ള ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഡിഗ്രി ആയിരിക്കണം. ബാച്ചിലേഴ്സ് ഡിഗ്രി ആൻഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി ആർ ആക്സെപ്റ്റബിൾ. അതായത് ബാച്ചിലേഴ്സ് ഡിഗ്രിയും മാസ്റ്റേഴ്സ് ഡിഗ്രിയും PGയും അതുപോലെ തന്നെ ഡിഗ്രിയും ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ KGTE അല്ലെങ്കിൽ MGTE ഓർ ഇറ്റ്സ് ഇക്വാലൻറ്റ് ക്വാളിഫിക്കേഷൻ. ടൈപ്പ് റൈറ്റിംഗ് മലയാളം ഹയർ KGTE. ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷ് ഹയർ MGTE ഓർ KGTE ഇക്വാലൻറ്റ് ക്വാളിഫിക്കേഷൻ. ഷോർട്ട് ആൻഡ് മലയാളം ലോവർ KGTE. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. പിന്നെ അതുപോലെ തന്നെ KGTE ഹയർ, അതായത് ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയറും ടൈപ്പ് റൈറ്റിംഗ് മലയാളം ഹയർ വേണം. ഇതിൽ ഹയർ വേണം ഈ ഒരു നോട്ടിഫിക്കേഷനിൽ. ബാക്കിയുള്ള എല്ലാത്തിലും കണ്ടിട്ടുള്ളത് ഈ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവറാണ് കണ്ടിട്ടുള്ളത്. ഈ ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷ് ഹയർ, ഷോർട്ട് ആൻഡ് മലയാളം ലോവർ. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ബാക്കിയൊക്കെ പറയുന്ന കാര്യങ്ങൾ സെയിം തന്നെയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ ഒരു നോട്ടിഫിക്കേഷനിൽ മാത്രമേ KGTE ടൈപ്പ് റൈറ്റിംഗ് മലയാളം ഹയറായിട്ട് വരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ ക്വാളിഫിക്കേഷനും സാധാരണ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഫെബ്രുവരി 1 ലാസ്റ്റ് ഡേറ്റ്. എല്ലാവരും മറക്കാതെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റുകളിലേക്കുള്ള വീഡിയോസ് കുറേയധികം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.